അമൽ കൃഷ്ണ ചേരുകയാണ്. അമലിനെ സംബന്ധിച്ച് ഈ പരീക്ഷാപ്പയിൽ പങ്കെടുത്ത വിദ്യാർത്ഥി കൂടിയാണ്. മാത്രമല്ല ഇപ്പൊ പറഞ്ഞതുപോലെ പേടിയില്ലാതെ എങ്ങനെ പരീക്ഷ എഴുതാമെന്ന് അന്ന് കിട്ടിയ ആ ഒരു സന്ദേശം അത് ജീവിതത്തിൽ പിന്നീട് ഗുണകരമായി എന്നുള്ള അനുഭവം, അന്ന് ആ ഒരു അനുഭവം കിട്ടുന്ന സമയത്ത് അതൊരു കൊറോണ കാലമായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് വന്ന പരീക്ഷകളിലൊക്കെ ആ ഒരു അനുഭവം എപ്പോഴും ഗുണകരമായിട്ടുണ്ട് അമലിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ആ അന്നത്തെ ഒരു അനുഭവം? ഒപ്പം ഇന്നത്തെ 8ാമത്തെ ഈ ഒരു പരീക്ഷാ പേ ചർച്ച വ്യത്യസ്തമാകുമ്പോൾ അതിലൂടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് 2020 ആ ടൈം കൊറോണ ആയിരുന്നു മെയിൻ ആയിട്ട്. പക്ഷെ അപ്പം അന്ന് നമുക്ക് 10th ബോർഡ് എക്സാംസ് എഴുതാൻ പറ്റിയിട്ടില്ല, ഫുൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എക്സാം. അതിനുശേഷം 12th ആണ് എഴുതിയത്. 12th എനിക്ക് കൂടുതൽ നമ്മൾ എത്രത്തോളം ടോപ്പിക്സ് റിവൈസ് ചെയ്തോ അത്രത്തോളം നമുക്ക് സ്ട്രെസ് ഫ്രീ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇപ്പം റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് ശേഷമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കൃത്യമായൊരു സിസ്റ്റമാറ്റിക് ഉള്ള ടൈം ടേബിൾ ഉണ്ടെങ്കിലോ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിലോ നമുക്ക് എന്തായാലും എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത്. പിന്നെ എക്സാം മാത്രമല്ല നമ്മുടെ ജീവിതം എന്നും അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം എക്സാം സ്ട്രെസ് ഫ്രീ ആകാൻ വേണ്ടി നമുക്ക് പലതരം ഗെയിംസിന് ഇൻവോൾവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണൽ ആക്ടിവിറ്റി ഉണ്ട്. എന്റെ ആക്ടിവിറ്റി പ്ലേയിങ് ഫുട്ബോൾ ആണ്. അപ്പം നമുക്കിപ്പം നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് തീർച്ചയായും നമുക്ക് എന്താണ് കൂടുതലും ഒരു സ്ട്രെസ് ഫ്രീ തന്നെയാണ് കിട്ടുന്നത്. അപ്പം അദ്ദേഹം ഇപ്പം പറഞ്ഞ പോയിന്റും അപ്പോഴും അദ്ദേഹം ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കമ്പാരിസൺ ഇപ്പം ആ ഒരു കുട്ടിയുടെ മറ്റൊരു കുട്ടിയുടെ കുറവ് കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഒരു മെന്റലി എന്താണ് ആ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ പ്രധാനമന്ത്രിജി പറഞ്ഞ ആ ഒരു പോയിന്റും ഞാൻ ഓർക്കുന്നുണ്ട്. അത് വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനിപ്പോ കൂടുതൽ ഇപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോളേജിൽ പോയപ്പോഴാണ്. ഇപ്പൊ സെം എക്സാമുകളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഊർജ്ജകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ സെം എക്സാം ഫേസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ കൂൾ ആയിട്ടാണ് എക്സാം പോകുന്നത്. എല്ലാം പഠിച്ച് ഒരു 1 or 2 days ബിഫോർ എല്ലാം പഠിച്ച് സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം എക്സാം ഹാളിൽ കയറുമ്പോൾ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സും ചോദിക്കിട്ടാണ് ടെൻഷൻ ഇല്ലാവും. ടെൻഷൻ അടിക്കാൻ റിസൾട്ട്സ് വരുന്ന അപ്പോഴും കണ്ടതുപോലെ ഇപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ, ക്ലിയർ ആണല്ലോ ടോപ്പിക്സ് എല്ലാം, അത് വെച്ച് നമ്മൾ മെയിൻ ആയിട്ട് പോയിന്റ്സുകളൊക്കെ ക്ലിയർ ആയിട്ട് എഴുതുക എന്നാണ് ഞാനും എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയാറുള്ളത്. അപ്പം ടെൻഷൻ അടിക്കുന്ന കുറെ കൂട്ടുകാരികൾ എന്റെ അടുത്തുണ്ട്. അപ്പം അവരുടെ റിസൾട്ട്സ് എന്തായാലും പിന്നെയുള്ള കാര്യമാണ്. നമ്മളിപ്പോ പഠിച്ച വെച്ച് പോയിന്റ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാം പഠിച്ച് ഇനി നമുക്ക് എക്സാമിന് മാത്രം എഴുതാനുള്ളവർക്ക് ഒരിക്കലും ഒരു ടെൻഷൻ വരത്തില്ല. കാരണം അവരെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നാണ് എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുന്നത്.